ഒരുപാട് പൈസ കൊടുത്തിട്ട് ഇനി ആരും കടയിലൊന്നും പോയിട്ട് ജാമ് വാങ്ങണ്ട. നമ്മുടെ വീട്ടിൽ വെറും രണ്ടേ രണ്ട് ചേരുവ വെച്ചിട്ട് കടയിൽ നിന്നും കിട്ടുന്നതിനേക്കാൾ രുചിയിൽ നല്ല അടിപൊളി മാംഗോ ജാം നമുക്ക് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടത് ഒരു 3-4 മാങ്ങയാണ് കേട്ടോ. ആ ഒരു 4 മാങ്ങ കൊണ്ടിന് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ നമുക്ക് ഉണ്ടാക്കാനുണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു ജാമ നമുക്ക് മാസങ്ങളോളം സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. സ്കൂളൊക്കെ തുറക്കുന്ന സമയത്ത് 2-3-4 ബോട്ടിലൊക്കെ നമ്മൾ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ മക്കൾക്ക് സ്നാക്കിന് ബ്രെഡൊക്കെ കൊടുക്കുമ്പോൾ അതിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഒക്കെ. അതുപോലെ തന്നെ കടയിൽ നിന്നും വാങ്ങുന്ന ജാമിലൊക്കെ അല്പം കെമിക്കലും കാര്യങ്ങളൊക്കെ ചേർത്തിട്ടായിരിക്കും അവർ റെഡിയാക്കുന്നത്, കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മുടെ കൈ കൊണ്ട് ഉണ്ടാക്കുമ്പോൾ അങ്ങനെയുള്ള പരിപാടികളൊന്നും നമ്മൾ ചേർക്കൂല. നമ്മുടെ മക്കൾക്ക് കഴിക്കാനുള്ളതാണ്. പിന്നെ പോരാത്തതിന് വെക്കേഷൻ ടൈമാണ്, മക്കളൊക്കെ വീട്ടിലുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. ആ ഒരു നല്ല കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. കടയിൽ നിന്നും വാങ്ങുന്ന ജാമിനേക്കാൾ രുചി തന്നെയുണ്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഈ ഒരു മാങ്ങയുടെ ജാമിന്. 3 മാങ്ങ എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കുകയാണ്. ഇനി ഒരു 3 മാങ്ങ നമുക്ക് നേരെ മിക്സിൻ്റെ ജാറിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കണം. നല്ല ഫൈനായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം. ഉണ്ടാക്കാനും വളരെ സിമ്പിളാണ് കേട്ടോ. മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് സൂപ്പർ ജാം റെഡി ആയിട്ട് കിട്ടും. ഒട്ടും വെള്ളം ചേർക്കാതെ ഈ ഒരു മാങ്ങയിലുള്ള ഈ ഒരു വെള്ളം ഉണ്ടാവുമല്ലോ അത് മാത്രം മതി. അത് കൂടിയിട്ടാണ് അടിച്ചെടുക്കുന്നത്. ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ. നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ ആരും മറക്കല്ലേ. നല്ല രീതിയിൽ നമ്മളൊന്ന് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. മാങ്ങയുടെ പൾപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചുവട് കട്ടിയുള്ള നല്ലൊരു പാത്രം നേരെ ഗ്യാസിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഒന്നെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുക്കാം കേട്ടോ, അതായിരിക്കും ഏറ്റവും നല്ലത്. അതാവുമ്പോൾ അടിയിലൊന്നും പിടിക്കൂല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ജാമും കിട്ടും. പാൻ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലോട്ടൊരു 3/4 കപ്പ് പച്ചവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇതിലോട്ട് നമുക്കൊരു 1/2 കപ്പ് പഞ്ചസാര. ഞാനിന്നിവിടെ എടുത്ത മാങ്ങ നല്ല മധുരമുള്ള മാങ്ങയാണ് കേട്ടോ. അപ്പോൾ ജാമിന് അത്യാവശ്യം മധുരം വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്താണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരത്തിൻ്റെ അളവ് കൂട്ടിയും കുറച്ചും ഒക്കെ കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. പഞ്ചസാരയൊക്കെ നല്ലോണം അലിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു വെള്ളം ഉണ്ടല്ലോ ചെറിയ രീതിയിലൊന്ന് വറ്റണം കേട്ടോ. അങ്ങനെ ഒത്തിരിയല്ല. നമ്മളിങ്ങനെ കയ്യിലൊരു തുള്ളി വെള്ളം വെച്ച് പിടിക്കുമ്പോൾ ജസ്റ്റ് ഒരു ഒട്ടിപ്പിടുത്തം ഉണ്ടാവുമല്ലോ, അതുപോലെ ആയി കിട്ടിയാൽ മതി. അതിൻ്റെ ഇടയിൽ ഞാനത് ഒരു പട്ട ചേർത്തിട്ടുണ്ട് കേട്ടോ. പട്ടയുടെ സ്മെല്ലൊക്കെ നല്ല രുചി കൂട്ടും നമ്മുടെ ജാമിന്. അപ്പോൾ ഒരു ചെറിയ കഷ്ണം പട്ട ചേർത്ത് കൊടുക്കാം. പട്ട ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി ഈ ഒരു സമയം മതി കേട്ടോ. നന്നായിട്ടൊന്ന് തിളച്ചിട്ട് ഈ ഒരു പഞ്ചസാരയ്ക്കൊന്ന് അലിഞ്ഞ് നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ കൈ രണ്ടും ഒട്ടിപ്പിടിക്കണം. ആ ഒരു രൂപത്തിലായാൽ മതി. ഒരുപാട് ഇങ്ങനെ നൂല് പോലെ വലിയ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചാൽ മതി കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മളിതിലോട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാങ്ങയുടെ പൾപ്പ് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇത് മിക്സ് ചെയ്യാം. മിക്സാക്കി ഇങ്ങനെ വരുമ്പോൾ നമുക്ക് തോന്നും ഇതെന്താ അങ്ങനെ കട്ട പിടിച്ച പോലെയൊക്കെ ഡൗട്ട് ഉണ്ടാവും. അതിനൊന്നും ആരും ടെൻഷൻ ആവേണ്ട കേട്ടോ. ഒരു സ്പാച്ചുലയോ സ്പൂണൊക്കെ വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയെടുത്താൽ മതി. ചൂടാകും തോറും നന്നായിട്ട് തന്നെ അതൊക്കെ ഇങ്ങനെ കട്ടയുള്ളതൊക്കെ ഉരുകി നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും. മാംഗോ വെച്ചിട്ട് ആരെങ്കിലും ജാം റെഡിയാക്കാറുണ്ടോ? ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തോളൂ. 100% നമുക്കിത് യൂസ്ഫുൾ ആവും. പ്രത്യേകിച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കേട്ടോ. ചില ടൈമിൽ നമുക്ക് കറിയൊന്നും ഉണ്ടാക്കാനുള്ള സമയം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ലല്ലേ. ആ ഒരു ടൈമിലൊക്കെ ഇതുപോലെയൊക്കെയുള്ള ജാം ഉണ്ടെങ്കിൽ മക്കളെയൊക്കെ നമുക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റും. അവർക്ക് ഇഷ്ടത്തോട് കൂടിയിട്ട് തന്നെ കഴിച്ചോളും. കണ്ടല്ലോ, ആ ഒരു മാങ്ങയിലുണ്ടായിരുന്ന കട്ടകളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇനി നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കിയാൽ മതി കേട്ടോ. കൈ എടുക്കാതെ ഇളക്കൊന്നും വേണ്ട. നമ്മൾ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അടിയിൽ ഇങ്ങനെ വന്നിട്ട് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചാൽ മതി. അങ്ങനെ തിളച്ചിട്ട് ഒന്ന് വറ്റി കുറുകി വന്നോളും. പഞ്ചസാര നമ്മുടെ അളവിനനുസരിച്ച് ചേർത്തോളൂ. പട്ട ഈ ഒരു സമയത്ത് ഞാൻ എടുത്ത് മാറ്റിയില്ല. ഒരു ഇച്ചിരി സമയം കൂടി കഴിഞ്ഞ് ആ ഒരു പട്ടയുടെ ആ ഒരു സ്മെല്ലും ടേസ്റ്റൊക്കെ ഈ ഒരു പൾപ്പിലോട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇറങ്ങട്ടെ. അതിനുശേഷം നമുക്ക് പട്ടയൊന്ന് എടുത്ത് മാറ്റാം.
കണ്ടല്ലോ നമ്മുടെ മാംഗോ കുറച്ച് കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്നുണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ ഫുഡ് കളറോ ഒരു കാര്യവും ചേർക്കുന്നില്ല, യാതൊരു കെമിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് കളർ വേണം എന്നുള്ളവർക്ക് ഫുഡ് കളറൊക്കെ ചേർക്കട്ടോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കൊരു ലൈറ്റ് യെല്ലോ ആയിട്ടായിരിക്കും ഈ ഒരു ജാം കിട്ടുക കേട്ടോ. നല്ല രുചിയുണ്ട്, നല്ല സ്വാദുണ്ട്. എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കണം. ചില ജാമൊക്കെ കണ്ടിട്ടില്ലേ, കട്ട പോലെ ആയിരിക്കും അല്ലേ, ബ്രെഡിലൊന്നും തേക്കാൻ പോലും പറ്റൂല. ഇത് നല്ല സ്മൂത്താണ്. പിന്നെ ഇതിന് ഒരുപാട് സമയമൊന്നും സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് റെഡിയാക്കാൻ പറ്റും ഈ ഒരു ജാം കേട്ടോ. കുറഞ്ഞ തീയിൽ അങ്ങനെ വെച്ച് കൊടുത്താൽ മതി, ഇടനേരങ്ങളിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് നല്ല രീതിയിൽ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പട്ടയുണ്ടല്ലോ, ഇതിൽ നിന്ന് അങ്ങോട്ട് എടുത്ത് മാറ്റാം. അതിൻ്റെ ആ ഒരു ടേസ്റ്റും സ്മെല്ലും കാര്യങ്ങളൊക്കെ നമ്മുടെ ജാമിലോട്ട് നല്ല രീതിയിൽ തന്നെ ഇറങ്ങി കിട്ടിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു കുഞ്ഞു കഷ്ണം നാരങ്ങ കേട്ടോ, ഒരു 1/2 ടീസ്പൂൺ നാരങ്ങ മതി, ഒരുപാട് അങ്ങോട്ട് വേണ്ട, ഇച്ചിരി ഒഴിച്ച് കൊടുക്കാം. ജാമ് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ചേർക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ്, ഒത്തിരി ഇട്ട് കൊടുക്കല്ലേ, ഒരു പിഞ്ച് മാത്രം മതി കേട്ടോ. അത് ചേർത്തിട്ടില്ല, ചേർക്കാൻ പോകുന്നതേ ഉള്ളൂ. ഏകദേശം നമ്മുടെ ജാം ഇവിടെ ഇങ്ങനെ ആയി തുടങ്ങുന്നുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ പാനായ പിന്നെ ഒട്ടിപ്പിടിക്കോ കരിഞ്ഞു പിടിക്കോ അങ്ങനെയുള്ള ബേജാറുകളൊന്നുമില്ല കേട്ടോ. ഒരു പിഞ്ച് ഉപ്പ്, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഉണ്ടല്ലോ നമ്മുടെ ഏകദേശം നമ്മുടെ ജാം ഇവിടെ ആയിട്ടുണ്ട്. വേണമെന്നുള്ളവർക്ക് നല്ല യെല്ലോ കളറൊക്കെ ഒന്ന് ഒരു ഇച്ചിരി ഉറ്റിച്ച് കൊടുക്കുകയാണെങ്കിൽ ജാമിന് നല്ല കളറൊക്കെ കിട്ടും. പക്ഷെ ഞാനതൊന്നും ചെയ്യണില്ല കേട്ടോ, നമുക്ക് ആ ഒരു നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളൊക്കെ മതിയല്ലേ. ഇനിയിപ്പോൾ ചിലർക്കുണ്ടാവും കാണാൻ നല്ല ചെറുക്കൊക്കെ വേണ്ടി വരും, അങ്ങനെയുള്ളവർക്ക് ഫുഡ് കളറൊക്കെ ചേർത്ത് കൊടുക്കുക. നമുക്കതൊന്നും വേണ്ട, നമുക്ക് നല്ലൊരു യെല്ലോ കളറിലുള്ള ജാമാണ് കേട്ടോ കിട്ടുക. ഇനി ഇതിൻ്റെ കറക്റ്റ് നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ ഒരു പ്ലേറ്റിലോട്ട് ഒരു ഇച്ചിരി ആക്കി കൊടുക്കുക. പ്ലേറ്റ് ഇങ്ങനെ താഴോട്ട് പിടിക്കുമ്പോൾ അത് ഒലിച്ചിറങ്ങുന്നുണ്ടെങ്കിൽ ആയിട്ടില്ല, അവിടെ തന്നെ ടൈറ്റായിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ജാം ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം നമ്മുടെ ജാം ആയി തുടങ്ങിയിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് കൂടി ആവട്ടെ, അപ്പോഴേക്കും ഒന്നും കൂടി ടൈറ്റ് ആവും കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. അത്ര മതി. ഇനി കൂടുതൽ ടൈറ്റ് ആക്കിയാൽ നമുക്കിത് ബ്രെഡിൽ ഇങ്ങനെ തേച്ച് കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. നല്ല രീതിയിലൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു ഗ്ലാസിൻ്റെ ബോട്ടിലോട്ട് മാറ്റി കൊടുക്കാം. ആവശ്യാനുസരണം ഉപയോഗിക്കാവുന്നതാണ്. ഇനി ആരും ഒരുപാട് പൈസയൊന്നും കൊടുത്തിട്ട് ജാമൊന്നും വാങ്ങി കൊണ്ടുവരണ്ട കേട്ടോ. ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ജാം നമ്മുടെയൊക്കെ വീടുകളിൽ റെഡിയാക്കാം. പലപ്പോഴും ഒരു സൂപ്പർ മാർക്കറ്റുകളൊക്കെ പോയാൽ, പ്രത്യേകിച്ച് മക്കളെ കൊണ്ടുപോയാൽ ആദ്യം എടുക്കുന്ന സാധനം ഒന്നുകിൽ ജാമായിരിക്കുമല്ലേ. കുട്ടികൾക്ക് ഇഷ്ടമാണ് ബ്രെഡിൻ്റെ കൂടെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് കഴിക്കാനൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ അമ്മമാർ എന്ത് ചെയ്യുക, മാങ്ങയുടെ സീസണാണ്, കുറച്ച് കൂടുതൽ ഉണ്ടാക്കി സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഫ്രിഡ്ജിലാണ് കേട്ടോ നമ്മൾ വെക്കേണ്ടത്. നമുക്ക് സ്കൂളൊക്കെ തുറക്കുന്ന സമയത്ത് ഒത്തിരി യൂസ്ഫുൾ ആവും ഈ ഒരു മാംഗോ ജാം. പിന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് എടുക്കുന്ന സമയത്ത് ഉണങ്ങിയ സ്പൂണൊക്കെ എടുക്കുക. വെള്ളത്തോടുള്ള സ്പൂണൊക്കെ എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ചീത്തയായി പോവും. എടുക്കുന്ന വെക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒത്തിരി കാലം കേടുകൂടാതെ നിൽക്കും. അതുപോലെ മധുരം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ 3 മാങ്ങ വെച്ചിട്ട് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ നമുക്ക് ജാം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ മാങ്ങയുള്ളൊക്കെ വീടുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് കൂടുതൽ തന്നെ ഇത് റെഡിയാക്കിക്കോളൂ. നമ്മളിതുപോലെ സ്റ്റോർ ചെയ്യുമ്പോൾ ഇതുപോലെ ഗ്ലാസിൻ്റെ ബോട്ടിലായിട്ട് എടുക്കാൻ നോക്കാം, അതിലായിരിക്കും ഒന്നുകൂടി നല്ലത് കേട്ടോ. നമുക്ക് 3 മാങ്ങ വെച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിത് ബ്രെഡിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൂടി കാണിച്ചു തരാം. ഓരോ ടീസ്പൂൺ എടുത്തിട്ട് കണ്ടല്ലോ, നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന ജാമിൻ്റെ അതേ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ എനിക്ക് തോന്നി അതിലേറെ രുചിയുണ്ട് കേട്ടോ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുമ്പോൾ. പിന്നെ ഓരോ മാങ്ങയുടെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനിന്നെടുത്തത് നല്ല മധുരമുള്ള മാങ്ങയാണ് കേട്ടോ, അധികം അങ്ങോട്ട് ആരുകളില്ലാത്ത മാങ്ങയാണ് എടുത്തിട്ടാണ് ഇത് റെഡിയാക്കിയത്. ഇനിയിപ്പോൾ ആരുള്ള മാങ്ങ വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിലും നിങ്ങൾക്കിത് ജാം ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ.
കണ്ടല്ലോ, ഉൾവശത്തൊക്കെ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിത് ഓപ്പൺ ആകുമ്പോൾ ഒന്ന് ഓപ്പൺ ആക്കി തരാം കേട്ടോ. പറയാൻ പറ്റും അതിൻ്റെ ഉൾവശത്തൊക്കെ എത്രത്തോളം പിടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം. കണ്ടല്ലോ, കടയിൽ നിന്നും ഇതുപോലെയുള്ള ജാം നമുക്ക് വാങ്ങാൻ കിട്ടൂല. അത് ഫുഡ് കളറൊക്കെ ചേർത്ത് കെമിക്കലൊക്കെ ചേർത്ത് കേട് വരുത്തിയിട്ടാണ് നമ്മളത് കഴിക്കുന്നത്. അതും ഒത്തിരി പൈസ കൊടുത്തിട്ട്. എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ മാങ്ങ ഇരിപ്പുണ്ടെങ്കിൽ ഇന്ന് തന്നെ റെഡിയാക്കിയിട്ട് സ്റ്റോർ ചെയ്തോളൂ. ആവശ്യാനുസരണം നമുക്ക് ഇഷ്ടത്തോട് കൂടിയിട്ട് കഴിക്കാൻ പറ്റും. നല്ല രീതിയിൽ തന്നെ ബ്രെഡിലൊക്കെ അങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരും കേട്ടോ. ഒപ്പം തന്നെ നമ്മളെ കുടുംബത്തേക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. മാങ്ങയുടെ സീസണാണല്ലോ, എല്ലാവരും കാണട്ടെ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജാം, ഹെൽത്തി ആയിട്ടുള്ള ജാം റെഡിയാക്കട്ടെ. ഇതിൽ നമ്മൾ പഞ്ചസാരയൊക്കെ ചേർത്തിയോണ്ട് അൺഹെൽത്തി ആണെന്ന് പറയല്ലേ. പഞ്ചസാര ചേർക്കാതെ ജാമാവില്ലല്ലോ. ജാമിൽ അത്യാവശ്യം മധുരം വേണം. പഞ്ചസാരയുടെ അളവ് അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഒക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കണ്ടല്ലോ, നമ്മളെ അടിപൊളി ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നാളെ വരാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.